ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടും അല്ലെങ്കിൽ പിമ്പിൾസ് ഒന്നും ഇല്ലാതെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ പിമ്പിൾസ് ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ പിമ്പിൾസ് അതുപോലെ ബ്ലാക്ക് മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തൊന്ന് ക്ലിയർ ആയിട്ടും ഗ്ലോ ആയിട്ടും വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രമിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും. പക്ഷെ അത് ചില ആളുകൾ എന്താ വെച്ചാൽ അതിന്റെ ഒരു ഒന്ന് മുന്നേ അല്ലെങ്കിൽ ഒരു 2 വീക്കൊക്കെ മുന്നേ നമ്മൾ ഇതേപോലെ പാർലറിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടി ക്രീമൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ക്രീമൊക്കെ ചെയ്യുന്ന ആളുകൾ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പിമ്പിൾസ് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അതിന് മുന്നേ നമ്മളെ ചാനലിലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പോൾ നമ്മളെ ചാനലിൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പം ഒരു 3 ലിറ്റർ ഒക്കെ വെള്ളം നിങ്ങൾ നല്ലോണം കുടിക്കാൻ നോക്കുക. നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ കുടിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഫേസിൽ വരുന്ന റിങ്കിൾസ് അതുപോലെ ഒന്ന് ക്ലീൻ ആവാനും അതുപോലെ ബ്രൈറ്റ് ആവാനും പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കുന്നത് കൂടെ നന്നാവും. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ എത്ര വെയിലത്ത് നിന്ന് പണി എടുക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിലത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെയിൽ കൊണ്ടാൽ എന്തായാലും സ്കിൻ ഒന്ന് ഡള്ളാവും. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ അവർ എത്ര വെയിലത്ത് നിന്നിട്ടുണ്ടെങ്കിലും അവർ സ്കിന്ന് അത്ര ഒരു എന്താ പറയുക ഡാർക്ക് ആയിട്ട് വരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് അറിയുന്ന ഒരാളത് കാര്യം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അവര് നല്ല വെയിലത്താണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഈ വെള്ളത്തിന്റെ കുടിക്കുന്നതിന്റെ ഒരു ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു അവർ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ കുടിക്കുന്നതിനെ കൊണ്ട് തന്നെ നല്ല ഫേസിൽ ആ ഒരു നല്ല വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു കാര്യങ്ങളും കാണാനില്ല. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫേസിൽ വരുന്ന പിമ്പിൾസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാതിരിക്കുക. അപ്പൊ എവിടെയെങ്കിലും ഒന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന ഒഴിവാക്കുക. അത് നോർമലായിട്ട് ഹീൽ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ ആ രീതിയിൽ അതിന് ടൈം കൊടുക്കുക. ചില പിമ്പിൾസ് അങ്ങനെയാണ്, കുറച്ച് ടൈം എടുക്കും. പക്ഷെ നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യാതെ നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കിടക്കുന്ന പില്ലോസ് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. എല്ലാ ദിവസവും ഒരേപോലെ എടുക്കേണ്ട. നമുക്ക് ഹെയറിൽ ഓയിൽ ആണെങ്കിലും ഡസ്റ്റും കാര്യങ്ങളൊക്കെ അത് തട്ടി നമ്മൾ ഫേസിലേക്ക് പെട്ടെന്ന് അത് നമ്മളെ സ്പോട്സിലൊക്കെ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് ആയിട്ട് വരും. പിന്നെ നോക്കേണ്ട കാര്യം നിങ്ങൾ ഈ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അത്യാവശ്യം ഒരു 3 അവർ കൂടുമ്പോൾ നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അതിന് ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നല്ല, വെള്ളത്തിൽ വാഷ് ചെയ്യുക. അതുപോലെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഫേസിലേക്ക് അടിക്കുന്ന രീതിയിൽ നിങ്ങളെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഓയിലി സ്കിൻ ആവുമ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഒരു ഹെയർ ഓയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹെയർ ഓയിൽ കാരണം നമ്മുടെ സ്കിന്നിലേക്ക് ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിമ്പിൾസ് കൂടുതലായിട്ട് വരും. അപ്പൊ ഹെയർ കൂടുതൽ ഓയിൽ ആയിട്ട് വെക്കരുത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഷാംപൂ വാഷും കണ്ടീഷനും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ആ ഓയിൽ കഴിയുന്നതും നല്ല രീതിയിൽ അത് ഒഴിവാക്കാൻ നോക്കുക. ഈ ഓയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫേസിൽ പിമ്പിൾസ് വരുന്നത് ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് പ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ ഷുഗർ കണ്ടന്റ് ഉള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഫുഡ് ആണെങ്കിലും അതുപോലെ കുറയ്ക്കുക. പിന്നെ ഈ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫേസിൽ വരുന്ന പിമ്പിൾസ് നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. പിന്നെ നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ, അതായത് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും ഫേസ് നല്ല ഗ്ലോ ആക്കാനും പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പൊ ഫസ്റ്റ് അതിലേക്ക് വേണ്ടത് ബീട്രൂട്ട് ആണ്. രണ്ടാമത് അതിലേക്ക് വേണ്ടത് ക്യാരറ്റ് എടുക്കുക. പിന്നെ അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് പൊമഗ്രാനറ്റ്, നമ്മളെ ഈ ഉറുമാമ്പഴം എന്ന് പറയുന്നില്ലേ ചെറിയതായി പോലത്തെ ആ ഫ്രൂട്ടും കൂടെ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് അത് നിങ്ങൾ കുടിക്കാൻ നോക്കുക. അതിലേക്ക് ഒരു ഷുഗറോ അല്ലെങ്കിൽ ഹണി പോലും ഒന്നും ആഡ് ചെയ്യരുത്. അത് അതേപോലെ തന്നെ കുടിക്കുക. അല്ല നിങ്ങൾക്കത് ഈ ബീട്രൂട്ട് ചില ആളുകൾക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ ബീട്രൂട്ട് നിങ്ങൾക്ക് പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങളത് പീസായിട്ട് ചെറിയ നമ്മൾ ആപ്പിളൊക്കെ സ്ലൈസ് ചെയ്യുന്ന പോലെ ചെറിയ പീസായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും നോക്കുക. ഡെയിലി നിങ്ങൾ ഈ ഒരു റൊട്ടീൻ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടുവന്നിട്ട് നിങ്ങളെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ ഗ്ലോ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആവാനും പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ ഇതുവരെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇതിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഫേസിൽ പിമ്പിൾസ് വരാതെ നമുക്കതൊരു ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടെ കഴിയും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.